ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 സാമുവേലിലെ 1-ാം അധ്യായത്തിലെ 19-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഇസ്രായേലേ, നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹിതമായി ശക്തന്മാർ നിബന്ധിച്ചതെങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഫിലിസ്തീനുമായുള്ള അന്തിമ പോരാട്ടത്തിൽ സാവൂളും 3 പുത്രന്മാരും മരിച്ചു വീണ മലയാണ് ഗിൽബോഹ. കുമള പൊന്തുന്ന ഉറവ എന്നാണ് ഇതിൻ്റെ പേരിന് അർത്ഥമായിട്ട് വരുന്നത്. ഇസ്രയേൽ ജനത്തിൻ്റെ രാജാവിൽ കേന്ദ്രീകൃതമായ സ്വപ്നങ്ങൾ തീർക്കുന്ന കുമിള പോലെ തകർന്നു പോയ മലയ്ക്ക് ഈ പേര് തികച്ചും അനുയോജ്യം തന്നെയാണ്. സമറിയ മലനിരയുടെ വടക്കേ അറ്റത്താണ് ഗിൽബോഹ. അത് കഴിഞ്ഞാൽ വടക്ക് ജസ്രയേൽ താഴ്വരയാണ്. ഗിൽബോയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വടക്കാണ് ബൈബിളിൽ പറയുന്ന എൻദോർ. അവിടെ നിന്ന് വീണ്ടും 10 കിലോമീറ്റർ വടക്കാണ് താബോർ മല. സാവൂളിൻ്റെ അന്ത്യവുമായി ബന്ധപ്പെടുത്തി മാത്രമേ ബൈബിളിൽ ഗിൽബോഹ പരാമർശമാക്കിയിട്ടുള്ളൂ. സാമുവൽ പ്രഖ്യാപിച്ച വധശിക്ഷ ഏറ്റുവാങ്ങി തകർന്ന മനസ്സും തകർന്ന ശരീരവുമായി എൻദോറിൽ നിന്നും മടങ്ങിയ സാവൂൾ പിറ്റേ ദിവസം ഫിലിസ്ത്യ സൈന്യത്തെ നേരിട്ടു. എൻദോറിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള ശുനമിയിലായിരുന്നു ഫിലിസ്ത്യരുടെ പാളയം. തോൽക്കുമെന്ന് തീർച്ചയായിട്ടും അവസാന ശ്രമം എന്ന നിലയ്ക്കാണ് സാവൂൾ ഇസ്രായേൽ സൈന്യത്തെ നയിച്ചത്. ഗിൽബോഹ കുന്നുകളിൽ ഫിലിസ്തീനയുടെ കുതിരപ്പടയും തേരുകളും കാര്യക്ഷമമായിരിക്കില്ല എന്നൊരു പ്രതീക്ഷയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. ന്യായാധിപന്മാരുടെ കാലത്ത് സിസോറയുടെ സൈന്യം താബോർ മലഞ്ചെരുവിൽ തകർന്നതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4 അധ്യായത്തിൽ 12 മുതൽ 16 വരെയുള്ള അതിൽ വ്യക്തമായിട്ട് ഇതിന് പറയുന്നുണ്ട്. മിസ്പായിൽ ഫിലിസ്തർ തുരുത്തപ്പെട്ടതുപോലെ 1 സാമുവേലിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗിൽബോഹയിലും വിജയം ലഭിച്ചേക്കാം എന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷേ യുദ്ധത്തിൻ്റെ ഫലം നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി ഗിൽബോഹ കുന്നിൽ മരിച്ചു വീണു. ഫിലിസ്തീർ പാളയമടിച്ചിരുന്ന ശുനമിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ തെക്ക് കിഴക്കാണ് ഗിൽബോഹ. സാവൂളിൻ്റെ പുത്രന്മാർ 3 പേർ യുദ്ധത്തിൽ നിബന്ധിച്ചു. സാവൂളിന് ചുറ്റും അതിരൂക്ഷമായ പോരാട്ടമുണ്ടായി. തോറ്റോടാതെ മുന്നോട്ട് പൊരുതിയ സാവൂളിനും അവസാനം മാരകമായി മുറിവേറ്റു. ശത്രുകരങ്ങളാൽ വധിക്കപ്പെടുന്നത് അപമാനകരമായി കരുതിയ ആ ധീരയോദ്ധാവ് സ്വന്തം വാളിൽ വീണു മരിച്ചു. 1 സാമുവേൽ 31-4 തിരുവചനമാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ ജനം നേരിട്ട അതിഭീകരമായ ഒരു പ്രതിസന്ധിയായിരുന്നു അത്. ശത്രുകരങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന് ശഠിച്ച് ന്യായാധിപനായ സാമുവേലിനെ നിർബന്ധിച്ച് ഇസ്രായേൽ ജനം വാഴിച്ച ആദ്യ രാജാവായിരുന്നു സാവൂൾ. വിശുദ്ധ ഗ്രന്ഥം വായിച്ചുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യം ഇതാണ്. ജനം പ്രതീക്ഷിച്ച സംരക്ഷണം നൽകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. തന്നെയുമല്ല, കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് നിരന്തരമായി അവിശ്വസത കാട്ടിയ സാവൂളിന് അവസാനം സ്വന്തം ജീവനും നഷ്ടപ്പെട്ടു, കുടുംബവും നഷ്ടപ്പെട്ടു. ദൈവത്തിൽ ആശ്രയിക്കാതെ രാഷ്ട്രീയ നേതാക്കളിലും ആയുധബലത്തിലും പ്രത്യാശ വയ്ക്കുന്നവൻ്റെ മൗഢ്യം വിളിച്ചറിയിക്കുന്നത് ഇന്നും ആ വിളിച്ചറിയിക്കുന്ന മൗഢ്യത്തെ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന അവസ്ഥയാണ് ഗിൽബോഹ മല. സാവൂളും പുത്രന്മാരും വധിക്കപ്പെട്ടു എന്നറിഞ്ഞ് ഇസ്രായേൽ ജനം നാടും നഗരവും വിട്ട് കാടുകളിലും മലകളിലും ഒളിച്ചു. ഫിലിസ്തർ വന്ന് അവിടെ വാസമർപ്പിച്ചു. ഇത് ഞാൻ വെറുതെ പറഞ്ഞില്ല, വചനത്തിൻ്റെ പറയാൻ നോക്കണം. 1 സാമുവേല് 31 അധ്യായത്തിലെ 7-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്കുമാണ് ഞാൻ പറഞ്ഞത്. സാവൂളിൻ്റെയും ജോനാഥിൻ്റെയും മാർത്തി അറിഞ്ഞ ദാവീദ് ഹൃദയം തകർന്ന് പാടി. ആ വിലാപഗാനത്തിൻ്റെ മാറ്റിൽ ഇന്നും ഗിൽബോഹ കുന്നുകളിൽ മുഴുകി കേൾക്കാം എന്നാണ് പറയപ്പെടുന്നത്.
ഇസ്രായേലേ, നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹിതമായി ശക്തന്മാർ നിബന്ധിച്ചതെങ്ങനെ? ഇസ്രായേലേ, നിന്റെ മഹത്വം, അതേ, സൗൾ ശക്തനായ ഭരണാധികാരിയായിരുന്നു. അധികാരമുണ്ട്, സമ്പത്തുണ്ട്, സ്വത്തുണ്ട്, ആയുധബലമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവൻ കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു കൊണ്ട് അവൻ സ്വയമായിട്ട് അഹങ്കരിച്ചു. ഒടിഞ്ഞ വില്ലും വാളും തകർന്ന പരിചയം പടയാളികളിലേക്ക് അബദ്ധങ്ങളും ചിതറിക്കെടുക്കുന്ന ഗിൽബോഹ ഒരു യുഗത്തിൻ്റെ അന്ത്യം കുറിക്കുന്നു. ആയുധങ്ങളിൽ ആശ്രയമർപ്പിക്കുന്ന ഔദ്യത്വത്തിൻ്റെ അന്ത്യമാണത്. പ്രിയമുള്ളവരെ, നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ദൈവത്തിനെയാണ്. സമ്പത്തിനെയോ ആയുധത്തിനെയോ വ്യക്തികളെയോ ഒക്കെ മുറുകെ പിടിച്ച് നമ്മൾ എന്തെങ്കിലും നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിനെ മുറുകെ പിടിച്ചില്ലെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും അന്ത്യം. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, ഇസ്രായേലേ, നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹിതമായി ശക്തന്മാർ നിബന്ധിച്ചത് എങ്ങനെ? പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. മറ്റൊരു ശക്തിക്കും, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ സംരക്ഷിക്കാനായിട്ട് ശക്തിയില്ല. അതെല്ലാം നമ്മൾ തോന്നുകയാണ്. എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് രക്ഷിക്കാൻ സാധിക്കും നമുക്ക് തോന്നും. എൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാർ എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അവരാൽ ഞാൻ രക്ഷപ്പെട്ടത് എനിക്ക് തോന്നും. എനിക്ക് ശാരീരിക ശേഷിയുണ്ട്, എനിക്ക് രക്ഷപ്പെടാനുള്ള കഴിവുണ്ടെന്ന് തോന്നും. പ്രിയമുള്ളവരെ, ഇതിനെല്ലാത്തിനും ഉപരിയാണ് ദൈവശക്തി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ശാരീരിക ശേഷിയോ നമ്മുടെ സമ്പത്തിൻ്റെ ബലമോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കപ്പാസിറ്റിയോ ഒന്നും ദൈവത്തിന് മുമ്പിൽ അളവുകോലല്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിവിടെ വചനം നിർത്തുന്നു. ഞങ്ങളെല്ലാവരെയും ദൈവമേ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ശക്തന്മാർ നിബന്ധിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ശക്തന്മാർ നിബന്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളെ മനസ്സിലാക്കിയത് തന്നെ ദൈവമേ, നിന്റെ കരത്തിൽ കീഴിൽ നിന്നുകൊണ്ട് കർത്താവേ, നീയാണ് ഞങ്ങൾക്ക് എല്ലാതും എന്ന് മനസ്സിലാക്കിയുകൊണ്ട് നിന്റെ കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിത രീതികളെ ക്രമീകരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.